ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്ര നാളും വീഡിയോ ഇല്ലാത്തത് എന്തേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോഴത്തതല്ല, ഇതിപ്പോൾ കുറച്ച് ദിവസം മുമ്പുള്ള അവസ്ഥയായിരുന്നു ഇത്. വീടിൻ്റെ മൊത്തം മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ വീട് മൊത്തം വാരി വലിച്ചിട്ട് അലങ്കോലമായി കിടക്കുന്നതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കേണ്ട ഒരു സിറ്റുവേഷനല്ല. പിന്നെ ഇതെല്ലാം കൊണ്ട് തന്നെ നമുക്കും അത്യാവശ്യം നല്ല പണി കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ കിച്ചണിൽ വരെ ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഗ്യാസ് വെച്ച ഈ ഒരു ഭാഗത്ത് ഇതുവരെ കബോർഡ് ഫിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു ഭാഗം കൂടി ഇപ്പോൾ കബോർഡെല്ലാം ഫിറ്റാക്കി. പിന്നെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ നമ്മൾ ഷീറ്റ് ഇട്ടുകൊണ്ട് തന്നെ മേലെ ഷീറ്റ് ഇട്ടിട്ടാണുള്ള കുറച്ച് ഭാഗത്ത്. അതുകൊണ്ട് തന്നെ നല്ലോണം എലി നമ്മളെ നന്നായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് എങ്ങനെ ശ്രമിച്ചിട്ടും നമ്മൾ നെറ്റെല്ലാം കെട്ടിയിട്ട് അത് ബ്ലോക്ക് ചെയ്യാൻ നോക്കിയിട്ടും അത് ശരിയാകുന്നില്ല. അപ്പോൾ അവിടെ മൊത്തം ഗ്ലാസ് ഇടേണ്ടിയിട്ടുള്ള പിന്നെ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഗ്ലാസ് ഇടുന്നതിന് മുമ്പായിട്ട് നമ്മളിവിടെ വൈറ്റ് വാഷിൻ്റെ പണി തുടങ്ങിയിട്ടില്ല. അതിന് മുമ്പ് തന്നെ അതിൻ്റെ പെയിൻറ്റിങ്, ആ ഗ്രിൽസെല്ലാം പിന്നെ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ പെയിൻ്റ് അടിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ആ പെയിൻറ്റിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്തെല്ലാം എനിക്ക് നല്ല ചുമയാണ്. 1.5-2 മാസത്തോളം നീണ്ടു നിന്ന ചുമ പോരാത്തതിന് ഈ പെയിൻറ്റിൻ്റെ മണവും പൊടിയും എല്ലാം മാറിയിട്ട് പിന്നെ ആ ചുമ നല്ലോണം നീണ്ടുപോയി. അപ്പം പിന്നെ ഇപ്പോൾ ഏകദേശം ഈ ഒരു വർക്കെല്ലാം കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ വൈറ്റ് വാഷിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇവിടെ പണിക്കാരില്ലാത്ത ദിവസം രാവിലെ തന്നെ ഞാനും ഇക്കയും കൂടിയിട്ട് ഈ മുറ്റത്തുള്ള പുല്ലെല്ലാം നല്ലോണം വളർന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് നല്ലോണം ഇതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുത്തു. കാരണം ഈ മേലെ വരുന്ന ഭാഗം മാത്രമേ പിന്നെ ഇതുള്ളൂ, പച്ചയേ വരുന്നുള്ളൂ. അടിയിലങ്ങനെ പിന്നെ ഉണങ്ങിയ പുല്ല് തന്നെയാണ് വരുന്നത്. അപ്പം ഞാൻ നല്ലോണം പറ്റ വെട്ടിക്കൊടുത്ത് ഒരു ഉച്ചവരെല്ലാം പണിയെടുത്തിട്ട് പിന്നെ നല്ല വെയിലായി കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് നിർത്തി. പിന്നെ രാത്രിയാണ് അതിൻ്റെ ബാക്കി പണിയെടുക്കുന്നത്. അപ്പം പിറ്റേന്നുള്ള കാഴ്ചയാണ്. ഇപ്പം വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളെ ഇവിടെ അത്യാവശ്യം പിന്നെ ഈർപ്പുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ചുമരെല്ലാം നല്ലോണം താഴ്ഭാഗത്തെല്ലാം നല്ലോണം പോയി. അപ്പോൾ അതെല്ലാം നല്ലോണം പുട്ടിയെല്ലാം അടിച്ചിട്ടാണ് ഇപ്പം പെയിൻറ്റിങ് ചെയ്യുന്നത്. ഇതും ഇപ്പം ഒരാഴ്ചയോളമായി പെയിൻറ്റിങ് വർക്കും തുടങ്ങിയിട്ട്. അത്യാവശ്യം പുറത്തുള്ള പണികളെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഉള്ളിലാണ് പെയിൻറ്റ് ചെയ്യുന്നത്. എല്ലാ പണിക്കാരും ഒന്നിച്ച് വന്നുകൊണ്ട് തന്നെ പണി അത്യാവശ്യം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ എനിക്കുള്ള പണി കൂടുതലാകുന്നതേ ഉള്ളൂ. കാരണം ഇവർക്കുള്ള ഭക്ഷണം നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. രാവിലെ ആയാലും ഉച്ചക്കായാലും വൈകുന്നേരം ആയാലുള്ള ചായ എല്ലാം നമ്മൾ തന്നെ കൊടുക്കണം. കാരണം ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, മെയിൻ റോഡിലെത്തിയിട്ട് ഹോട്ടലിൽ എല്ലാം പോയിട്ട് വരണമെങ്കിൽ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അത്രയും സമയം പിന്നെ അതൊരു മെനക്കേട് തന്നെയായിരിക്കും. പണിയെടുത്താൽ തീരാത്ത പോലത്തെ ഒരു ഇതായിരിക്കും. നേരെ ഇവർ ഫുഡ് കഴിക്കാനെല്ലാം പോയിട്ട് വരുമ്പോഴത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് പണിയെടുക്കുന്നതിനും ഏത് പണിയായാലും പിന്നെ ഏത് പണിക്കാരായാലും നമ്മൾ ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക തന്നെ ചെയ്യാം. അതിൻ്റെ അകത്തൊരു വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല എത്ര ആളുണ്ടെങ്കിലും. പിന്നെ നമ്മളെ വീട്ടിലൊരു ഇങ്ങനെയുള്ള പണിയും കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു പിന്നെ ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. അന്നേരം ഒരു ക്ഷീണമായിട്ടും പിന്നെ ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല. അപ്പം പെട്ടെന്ന് ഇങ്ങനെ പണിയെല്ലാം തീർത്ത് വെക്കും. പക്ഷേങ്കിൽ അത്യാവശ്യം ക്ലീനിങ് എല്ലാം നല്ലോണം കുറവായിരിക്കും. ഒന്നാമത് ഇവിടെ നല്ല പൊടിയാണ്. പൊടിയുണ്ട്, പിന്നെ എല്ലാം ഒരുക്കി വെക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടെല്ലാം ഉള്ളതുകൊണ്ട് ആകെ മൊത്തം അലങ്കോലമായിട്ട്. അതുകൊണ്ടാണ് ഒന്നാമത് വീഡിയോ എടുക്കാനുള്ള മടിയും. എല്ലാ അലങ്കോലമായിട്ടുള്ള ഒരു വീഡിയോ നമ്മളൊരു കുക്കിംഗ് വീഡിയോ എല്ലാം കാണിക്കുന്ന സമയത്ത് കാണുന്നവർക്കും ഒരു എന്തെല്ലോ പോലെയല്ല ഉണ്ടാകാൻ. അപ്പോൾ എന്തായാലും കിച്ചണും ബാക്കിയുള്ള കാര്യങ്ങളായാലും നല്ലൊരു വൃത്തിയിൽ കാണുമ്പോഴാണ് വീഡിയോക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ നമ്മളെ കുഞ്ഞിമോൾ നമുക്ക് അടുത്ത പണി തരുന്നുണ്ട്. ചിഞ്ചു ഇപ്പം ക്ലാസ്സിന് പോയിട്ടാണ്. അപ്പോൾ ഓള് പിന്നെ ഓളെ കൊണ്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് ഇങ്ങനെ പുറത്തേക്ക് ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഓൾ തന്നെ അത് അങ്ങോട്ട് ഇടും, അല്ലെങ്കിൽ വലിച്ച് ഇങ്ങോട്ട് കൊണ്ടിടും. ഇങ്ങനത്തെ എല്ലാം കളിയാണ്. പിന്നെ ഓളെ ഇഷ്ടത്തിന് വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. നമ്മൾ പിടിച്ചു വെക്കുമ്പോഴാണ് ഓക്ക് പിന്നെ ദേഷ്യം വരാൻ. പാട്ടയത് അല്ല, അതിൻ്റെ ഉള്ളിൽ വെക്ക്, കബോർഡിൻ്റെ ഉള്ളിൽ വെക്ക്. ഡബൂസ ഉള്ളിൽ വെക്ക്. ഇങ്ങോട്ട് അത് താത്തയുണ്ട.
കുറച്ചധികം ചോറ് വെക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ പുറത്തുള്ള കൂടയിൽ നിന്നാണ് ചോറ് വെക്കുന്നത്. ആ കൂട ഉണ്ടാക്കിയത് നമ്മൾ മൈലാഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കൂടയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ ചോറുണ്ടാക്കുന്നത്. ഈ ചോറ് വാർക്കൽ എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ്. നമ്മൾ ചെറിയ ചെമ്പിൽ ചോറ് വാർത്തിട്ടുള്ളൊരു ശീലമാണല്ലോ. ശീലം ഉണ്ടേനും നമ്മൾ വീട്ടിലുള്ള സമയത്ത്, എൻ്റെ വീട്ടിലുള്ള സമയത്ത് ഇവിടെ നമ്മളെല്ലാവരും ഒന്നിച്ചുള്ളതുകൊണ്ട് തന്നെ ആ ടൈമിൽ ഈ വലിയ ചെമ്പിലുള്ള ചോറ് വാർക്കലൊന്നും വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഇപ്പം കുറേ കാലമായിട്ട് ചെറിയൊരു മുട്ടച്ചെമ്പിൽ ചോറ് വെക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ടാസ്ക് തന്നെയാണ്. കാരണം ഇതെപ്പോഴാണ് സമയത്ത് മറിയാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇതിനെ കൊണ്ട് കളിക്കുന്നത്. എന്തായാലും രക്ഷപ്പെട്ട് അത് ഒരുവിധം നല്ല ഭംഗിയിൽ തന്നെ ഇപ്പം വാർത്ത് വെച്ചിട്ടുണ്ട്. രാവിലെ എണീറ്റ പാടന്നെ എടുത്ത പണി അലക്കലാണ്. അലക്കിയിട്ടെല്ലാം ഉണക്കിയിട്ടെല്ലാം വെച്ചിന്. പക്ഷേ ഇതുവരെ അത് തുണി അയലുമ്മേൽ ആറിയിട്ടിട്ടില്ല. പിന്നെ വേഗം തന്നെ ഫുഡിൻ്റെ പണി തീർക്കാനാണ് നോക്കുന്നത്. കാരണം പണിക്കാർ പിന്നെ സമയമായി കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് വേഗം ഫുഡ് കൊടുക്കണമല്ലോ. അപ്പോൾ ഇതവിടെ കഴിച്ച് വെച്ചാൽ സമാധാനമാവും. പിന്നെ ഒന്നാമതുള്ള വിഷമം എന്ന് പറഞ്ഞാൽ ചിഞ്ചു ക്ലാസ്സിന് പോകുന്നതുകൊണ്ട് തന്നെ പിന്നെ മോളുണ്ടല്ലോ ഇവിടെ. അപ്പോൾ ഓളെ ശാഠ്യത്തിനും കളിക്കാനും നിൽക്കുമ്പോൾ നമ്മളെ പണി ഇങ്ങനെ പാർത്തു പോകും. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ പഴയ പോലെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. കുറേ നേരം ഓളെ കൂടെ കളിക്കും. അങ്ങനെയെല്ലാമായിട്ട് പിന്നെ ഓളെ ശാഠ്യത്തിനും ഓളെ പിന്നെ കളിക്കണം കുറച്ച് നമ്മൾ ഒപ്പരം കൂടി നിൽക്കുമ്പോൾ എടുക്കുന്ന പണി എൻ്റേതായിട്ടുള്ള സ്പീഡിലങ്ങ് പഴയ പോലെ അങ്ങ് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഓരോരോ പണി ഇങ്ങനെ പിന്നെ തീരാണ്ടായി പോന്നു. ഇപ്പോൾ ഏകദേശം പിന്നെ ഒരുവിധം എല്ലാം ഒരുങ്ങി, ചോറും കറിയെല്ലാം ആയി. ഇനി അവർക്ക് വിളമ്പി കൊടുത്തു കഴിഞ്ഞാൽ സമാധാനമായി. അവർ തിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇനി അവരെ ടൈമായി കഴിഞ്ഞാൽ ബാക്കി പണി അവരങ്ങ് എടുത്തോളുമല്ലോ. അതുവരെ ഒരു തിരക്ക് തന്നെ ആയിരിക്കും. ഇരമുള്ള അങ്ങനെ പണി തീർന്നെന്ന് വിചാരിച്ചിട്ട് സമാധാനിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും വീണ്ടും പണി കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. ആ മൈദൻ്റെ പിന്നെ പാത്രം അങ്ങനെ താഴെ വീണ് എല്ലാം ഇനി പെരങ്ങി കിടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ മൈലാഞ്ചി മിക്സ് ചെയ്യുന്നത് നെയിൽക്കൊണ്ട് പേസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ലിക്വിഡ് രാവിലെ തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിന്. അപ്പം ഇതിൻ്റെ എല്ലാം ഇടയിൽ, ഈ പണീൻ്റെ ഇടയിൽ ഇത്രയും ദിവസം നമ്മൾ പിന്നെ ഈ ബിസിനസ് നിർത്തിക്കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഈ പണീൻ്റെ ഇടയിൽ എന്തായാലും ആ ഒരു പണിയും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ പേസ്റ്റെല്ലാം ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് ഇനി ഇത് കോണിലേക്ക് മാറ്റുകയും ചെയ്യണം. പിന്നെ പേസ്റ്റായിട്ട് അയക്കേണ്ടവർക്ക് അതും അയച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ നല്ല പണി കിട്ടിയിട്ടുണ്ടല്ലോ. ഇതെല്ലാം വൃത്തിയാക്കൽ അതും ചെയ്യാനുണ്ട്. ഒരു പണി കഴിയുമ്പോൾ ഒരു പണി ഇങ്ങനെ ചില ദിവസം ഉണ്ട് പണിയെടുത്താൽ തീരാത്ത പോലെ ഇങ്ങനെ ഓരോ പണിയായിട്ട് ഇങ്ങനെ കൂടി വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ അൽഹംദുലില്ലാ ഒരുവിധം എല്ലാ പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഇക്ക ഉള്ളതുകൊണ്ട് തന്നെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ഇക്ക നല്ല വൃത്തിയിൽ ചെയ്തു തരും. അഡ്രസ്സെല്ലാം എഴുതിയിട്ട് അതെല്ലാം അയക്കും. ആ തിരക്കിൻ്റെ ഇടയിൽ അതെല്ലാം മൂപ്പറ് ചെയ്യുന്നതുകൊണ്ട് വലിയൊരു ഉപകാരം തന്നെയാണ്. പിന്നെ ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് അയച്ചു കൊടുക്കണം. ബാക്കി ഇനിയുള്ളത് ആകുന്നതിനനുസരിച്ചിട്ട് മൂപ്പറ് പാക്ക് ചെയ്തിട്ട് വെച്ചോളും. അപ്പം പേസ്റ്റെല്ലാം ഞാൻ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പേസ്റ്റ് അയക്കേണ്ടവർക്ക് വേറെ തന്നെ പാക്ക് ചെയ്തിട്ട് അതും അയച്ചു കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം തന്നെയാണ് ഇവിടുത്തെ ഇപ്പോഴുള്ള വിശേഷങ്ങൾ. ഇനി പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു.